ഹായ് മലയാളീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് മനസ്സിലായല്ലോ. നമ്മുടെ മറുനാടൻ മലയാളിയിലെ എഡിറ്ററായ ഷാജൻ സ്കറിയുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസ് തന്നെയാണ്. കഴിഞ്ഞ രാത്രിയിൽ വന്ന ഒരു ന്യൂസാണ് കേട്ടോ. നമ്മൾ കണ്ടതാണ്, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്ത. ഓക്കെ, അപ്പോൾ മറുനാടൻ എഡിറ്റർ എന്ന് പറയുന്ന ഈ ഒരു ഷാജൻ സ്കറിയെ നിരന്തരം പോലീസ് വേട്ടയാടുകയാണ് എന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു വേട്ടയുടെ ഒടുവിലത്തെ എപ്പിസോഡാണ് ഇന്നലെ കേരളവും കണ്ടത്. ഇന്നലെ വൈകുന്നേരം തുടങ്ങിയ നാടകീയ നീക്കങ്ങൾ പുലർച്ചെ ഷാജന് ജാമ്യം അനുവദിച്ചതോടെയാണ് ഇത് അവസാനിക്കുകയായത്. 4 മണിക്കൂറിനുള്ളിൽ തന്നെ ഇദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചു. പുള്ളി പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു പിണറായി സർക്കാർ തന്നെ വേട്ടയാടുകയാണെന്നാണ്. അതായത് മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ വാർത്ത നൽകുന്നതിന്റെ ഒരു പ്രതികാരമാണ് അറസ്റ്റ് എന്നാണ് ഷാജൻ സ്കറിയ പ്രതികരിച്ചത്. കാര്യം അദ്ദേഹം ജാമ്യം ലഭിച്ചതിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങളാണ്. ഈ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കേസ് ഏതാണെന്ന് പോലും അദ്ദേഹത്തിനോട് പറഞ്ഞില്ല എന്നാണ് അദ്ദേഹം മാധ്യമത്തോട് പ്രതികരിച്ചത്. അതുമാത്രവുമല്ല, ഇപ്പോഴത്തെ DGPയുടെ ഇടപെടലും ഇതിന് പിന്നിലുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നതായും അദ്ദേഹം വെളിപ്പെടുത്തുകയാണ്. കഴിഞ്ഞ രാത്രിയിൽ മാതാപിതാക്കൾക്കൊപ്പം എരുമേലിയിലെ വീട്ടിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുമ്പോഴായിരുന്നു ഈ ഒരു പോലീസ് സംഘം ഷാജന് പിന്നാലെ കൂടിയത്. കുടപ്പനക്കുന്നിലെ വീട്ടിലെത്തിയതിന് പിന്നാലെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഷാജൻ സ്കറിയെ കസ്റ്റഡിയിലെടുത്തത്. ഷർട്ട് പോലും ഇടാൻ അനുവദിക്കാതെയാണ് കസ്റ്റഡി. തുടർന്ന് ഈ ഒരു അറസ്റ്റ് രേഖപ്പെടുത്തി വൈദ്യ പരിശോധനയ്ക്ക് ശേഷം മജിസ്ട്രേറ്റിന്റെ വസതിയിലേക്ക് ഹാജരാക്കുകയായിരുന്നു. കൃത്യമായ ഒരു തിരക്കഥയോടെ ആയിരുന്നു പോലീസിന്റെ ഈ ഒരു നീക്കങ്ങളെല്ലാം. എന്നാൽ അഡ്വക്കേറ്റ് ശ്യാം ശേഖർ അറസ്റ്റ് നടപടിയിലെ നടപടിക്രമങ്ങളെല്ലാം പാലിക്കാതിരുന്നത് ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല എന്ന് അദ്ദേഹം കോടതി മുന്നാകെ വാദിക്കുകയും ചെയ്തു. ഇതോടെ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിക്കുകയായിരുന്നു. ഇനി ഈ ഒരു കേസിന് സംഭവം എന്താണെന്ന് വെച്ചാൽ 2024 ഡിസംബർ 23 മറുനാടൻ മലയാളിയുടെ ഓൺലൈൻ ചാനലിൽ പ്രസിദ്ധീകരിച്ച ഒരു വീഡിയോ അടിസ്ഥാനമാക്കിയാണ് മറുനാടന് ഈ ഒരു വേട്ട തുടങ്ങിയത്. മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതിയിലാണ് ഇപ്പോൾ പോലീസ് നടപടിയെടുത്തിരിക്കുന്നത്. ഇതോടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടലും വ്യക്തമായി. ഇന്ന് തൃശൂർ പൂരത്തിന്റെ വാർത്തകളിലേക്ക് ചാനലുകൾ കടക്കുമ്പോൾ അവസരം മുതലാക്കി ഷാജനെ അഴിക്കുള്ളിലാക്കുക എന്നതായിരുന്നു ആ ഒരു പോലീസിന്റെ തന്ത്രം. രാത്രി 8:30യോടെയാണ് ഷാജൻ സ്കറിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഭാരതീയ ന്യായ സംഹിതയിലെ 71 വകുപ്പ് IT നിയമത്തിലെ 120 വകുപ്പും കേരള പോലീസ് ചട്ടങ്ങളും ചുമത്തിയാണ് ഈ ഒരു പോലീസ് അറസ്റ്റ് ചെയ്തത്. വിവാദ വ്യവസായി കെൻ ഷിഹാബിന്റെ തട്ടിപ്പിനെ കുറിച്ചായിരുന്നു മറുനാടന്റെ വാർത്തകൾ. കോടികൾ കബളിപ്പിച്ച് ഷിഹാബിനെതിരെ കേരള പോലീസിന്റെ ലുക്കൌട്ട് നോട്ടീസും നിലനിൽക്കുന്നുണ്ട്. വിവാദ വ്യവസായിയുടെ വിശ്വസ്തയായ യുവതി നൽകിയ ആ ഒരു പരാതിയിലാണ് FIR ഇട്ട ശേഷം മറുനാടനെ വേട്ടയാടാനുള്ള അവസരമാക്കി മാറ്റിയ സർക്കാരിനും പോലീസിനും കനത്ത തിരിച്ചടിയാണ് കോടതിയിൽ നിന്നും ഉണ്ടായത്. കെൻസ ഇന്റർനാഷണൽ എന്ന സ്ഥാപനത്തിന്റെ മറവിൽ 100 കണക്കിന് മലയാളികളെയും മറ്റ് ഇന്ത്യക്കാരെയും കബളിപ്പിച്ച് കോടികൾ സ്വന്തമാക്കിയ അർമാനി ക്ലിനിക് ചെയർമാനായ ഷിഹാബ് ഷായ്ക്കെതിരെ മറുനാടൻ വാർത്തകൾ നൽകിയിരുന്നു. ഈ കേസിലെ ഷിഹാബ് ഷാ അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട വാർത്തയിൽ ഷിഹാബിന്റെ അടുത്ത അനുയായി നൽകിയ ഒരു പരാതിയിലാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തതും ഷാജനെ അറസ്റ്റ് ചെയ്തതുമെല്ലാം. മറുനാടിനെ പൂട്ടുമെന്ന് വാശി പിടിച്ചിറങ്ങിയവർ ഷാജൻ സ്കറിയക്കെതിരെ വീണ്ടും വേട്ടയ്ക്കിറങ്ങുമെന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. എന്നാൽ അഴിക്കുള്ളിൽ അടയ്ക്കാനുള്ള നീക്കം ഇക്കുറിയും നീതിപീഠത്തിന് മുന്നിൽ പൊളിയുകയായിരുന്നു. ഇദ്ദേഹത്തിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് പോലീസ് നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമായിട്ട് തന്നെ ഇരമ്പുകയാണ്. അതായത് മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരായ നീക്കങ്ങളാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നാണ് ഈ പ്രധാനമായും ഉയരുന്ന വിമർശനങ്ങൾ. ഒരു കേസിൽ അറസ്റ്റ് നടപടികളിലേക്ക് കടക്കുമ്പോൾ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ മറുനാടൻ എഡിറ്ററുടെ കാര്യത്തിൽ ഉണ്ടായില്ല എന്നാണ് ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും ഇദ്ദേഹത്തിന്റെ ഈ ഒരു നടപടിയിൽ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് കോൺഫെഡറേഷൻ ഓഫ് ഓൺലൈൻ മീഡിയ, അതായത് കോം ഇന്ത്യ രംഗത്ത് വരികയാണ്. ഇദ്ദേഹത്തിനെതിരെ സൈബർ സിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതികാര നടപടിക്കെതിരെ നടപടി വേണമെന്നാണ് ഈ ഒരു കോം ഇന്ത്യ ആവശ്യപ്പെടുന്നത്. നിയമവിരുദ്ധ നടപടി സ്വീകരിച്ച് CIക്കും പിന്നെ പ്രവർത്തിച്ചവർക്ക് എതിരെ നടപടി ആവശ്യപ്പെട്ട് ആഭ്യന്തര സെക്രട്ടറി, വിജിലൻസ് ഡയറക്ടർ എന്നിവർക്കും കോം ഇന്ത്യ ഭാരവാഹികൾ പരാതി നൽകിക്കഴിഞ്ഞു. ഷാജൻ സ്കറിയോടുള്ള വ്യക്തിപരമായ വൈരാഗ്യവും ചില സാമ്പത്തിക രാഷ്ട്രീയ ശക്തികളുടെ പ്രേരണയും രാത്രിയിൽ നടന്ന ഈ ഒരു അറസ്റ്റിന് പിന്നിലുണ്ടെന്നാണ് കോം ഇന്ത്യ പരാതിയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ CIയുടെ മൊബൈൽ ഫോൺ, വാട്സപ്പ് സന്ദേശങ്ങൾ സഹിതം കസ്റ്റഡിയിലെടുത്ത് വിജിലൻസ് പരിശോധിക്കണമെന്നാണ് അവരുടെ ആവശ്യം. അപകീർത്തി കേസിൽ ഒരു നോട്ടീസ് നൽകി വിളിച്ചു വരുത്താമായിരുന്നു എന്നും മാധ്യമ പ്രവർത്തകനെ അച്ഛനും അമ്മയ്ക്കുമൊപ്പം ഭക്ഷണം കഴിക്കുമ്പോൾ ഷർട്ട് പോലും ധരിക്കാൻ അനുവദിക്കാതെ ബലമായി പോലീസ് ജീപ്പിൽ കയറ്റി കൊണ്ടുപോയതിന് പിന്നിൽ പ്രത്യക്ഷത്തിൽ തന്നെ പ്രത്യേക താല്പര്യം വ്യക്തമാണെന്നാണ് പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഷാജൻ സ്കറിയയുടെയും അദ്ദേഹത്തിന്റെ മാധ്യമ സ്ഥാപനമായ മറുനാടൻ മലയാളിയും കേന്ദ്ര വാർത്താ മന്ത്രാലയം അംഗീകരിച്ച കോൺഫെഡറേഷൻ ഓഫ് ഓൺലൈൻ മീഡിയയുടെ ഒരു അംഗമാണ്. ഈ സംഘടനയിൽ അംഗങ്ങളായ ഓൺലൈൻ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയകളിൽ വരുന്ന വാർത്തകൾ സംബന്ധിച്ച പരാതി ഉണ്ടെങ്കിൽ അത് നൽകേണ്ടത്
കാലിക്കറ്റ് സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ KKN കുറുപ്പ് അധ്യക്ഷനായ കേന്ദ്ര വാർത്താ മന്ത്രാലയം അംഗീകരിച്ച ഒരു ഉന്നത സമിതിക്ക് മുൻപാകെയാണ്. അവിടെയും ഇത് പരിഗണിക്കപ്പെട്ടില്ലെങ്കിൽ പരാതിക്കാരിക്ക് നേരിട്ട് വാർത്താ മന്ത്രാലയത്തെ തന്നെ സമീപിക്കാവുന്ന സാഹചര്യമുണ്ട്. അതാണ് കേന്ദ്ര സർക്കാർ പുതുതായി നടപ്പാക്കിയ നിയമത്തിൽ പറയുന്നത്. എന്നാൽ ഷാജൻ സ്കറിയക്കെതിരെ പരാതി നൽകിയ ഈ ഒരു യുവതി ഈ മാർഗങ്ങൾ ഒന്നും തന്നെ സ്വീകരിക്കാതെയാണ് പരാതിയുമായി മുന്നോട്ട് പോയിരിക്കുന്നത്. ഇതും ഷാജൻ സ്കറിയെ കൊടുക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നാണ് കോം ഇന്ത്യ സംശയിക്കുന്നത്. ഇതുപോലുള്ള പകപോക്കൽ രീതി പോലീസ് പിന്തുടരുന്നത് മാധ്യമ പ്രവർത്തകരുടെ അഭിപ്രായം സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള ഒരു കടന്നാക്രമമാണ്. ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് പരാതി നൽകാൻ തീരുമാനിച്ചതെന്നും കോം ഇന്ത്യ പ്രസിഡന്റായ സാജു കുര്യനും ജനറൽ സെക്രട്ടറി KK ശ്രീജിത്തും വ്യക്തമാക്കിയത്. 2025 മാർച്ച് അവസാന വാരം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഒരു ഉത്തരവിൽ ഇഷ്ടപ്പെടാത്ത അഭിപ്രായമാണെങ്കിൽ പോലും പറയാനുള്ള അവകാശം സംരക്ഷിക്കപ്പെടണമെന്ന് ഉത്തരവിട്ടിട്ടുള്ളതാണ്. സമൂഹ മാധ്യമങ്ങളിൽ ഉറുദു കവിത പോസ്റ്റ് ചെയ്ത രാജ്യസഭ MP ആയ ഇമ്രാൻ പ്രതാപ്തിക്കെതിരെ അന്നെടുത്ത കേസ് റദ്ദാക്കിക്കൊണ്ടാണ് ഇത്തരമൊരു സുപ്രധാന നിർദ്ദേശം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതുമാത്രവുമല്ല, ഈ ഒരു ഷാജൻ സ്കറിയക്കെതിരെ വാർത്തകളുടെ പേരിൽ എന്ത് നടപടി സ്വീകരിക്കണമെങ്കിൽ പോലും 10 ദിവസം മുൻപ് തന്നെ നോട്ടീസ് നൽകണമെന്നുള്ള ഉത്തരവ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നേരത്തെ തന്നെ പുറപ്പെടുവിച്ചിട്ടുള്ളതാണ്. ഇതൊന്നും തന്നെ സൈബർ സെൽ ഇൻസ്പെക്ടർ പാലിച്ചിട്ടില്ല എന്നാണ് കോം ഇന്ത്യ നൽകിയ പരാതിയിൽ കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ സത്യസന്ധമായ ഒരു അന്വേഷണം നടത്തി സൈബർ CAക്കെതിരെയും നിയമവിരുദ്ധ നീക്കങ്ങൾക്ക് CA പ്രേരിപ്പിച്ചവർക്ക് എതിരെയും അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കും വരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് ഈ ഒരു കോൺഫെഡറേഷൻ ഓഫ് ഓൺലൈൻ മീഡിയ തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് അതിലെ ഭാരവാഹികൾ അറിയിച്ചിരിക്കുന്നത്.